എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 16-ാം അധ്യായം. അവിശ്വസ്തരായ ജെറുസലേം. കർത്താവ് വീണ്ടും അരുളിച്ചെയ്തു, മനുഷ്യപുത്ര, ജെറുസലേമിനെ അവൻ്റെ മ്ലേച്ഛതകൾ ബോധ്യപ്പെടുത്തുക. ദൈവമായ കർത്താവ് ജെറുസലേമിനോട് അരുളിച്ചെയ്തു, നിന്റെ പിതൃദേശവും ജന്മസ്ഥലവും കാനാനാണ്. നിന്റെ പിതാവ് അമോര്യരും മാതാവ് ഹിത്യരുമാണ്. നീ ജനിച്ച ദിവസം നിന്റെ പൊക്കിൾക്കൊടി മുറിച്ചിരുന്നില്ല, നിന്നെ കുളിപ്പിച്ച് ശുദ്ധി വരുത്തിയില്ല, ദേഹത്ത് ഉപ്പ് പുരട്ടുകയോ പിള്ളക്കച്ചയിൽ പൊതിയുകയോ ചെയ്തിരുന്നില്ല. അവയിൽ ഒന്നിലെന്നെങ്കിലും ചെയ്യുവാൻ ആർക്കും ദയ തോന്നില്ല. ജനിച്ച ദിവസം തന്നെ നീ വെറുക്കപ്പെടുകയും വെളിമ്പ്രദേശത്ത് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. ഞാൻ നിൻ്റെ അടുക്കലേക്ക് കടന്നുപോയപ്പോൾ നീ ചോരയിൽ കിടന്നുരുളുന്നത് കണ്ട് നിന്നോട് പറഞ്ഞു, ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. നീ വളർന്ന് പൂർണ്ണ യൗവനം പ്രാപിച്ച് നിൻ്റെ മാറിടം വളർന്ന് മുടി തഴച്ചു. എങ്കിലും നീ നഗ്നയും അനിവാര്യവുമായിരുന്നു. ഞാൻ വീണ്ടും നിൻ്റെ അടുക്കിലൂടെ കടന്നുപോയപ്പോൾ നിന്നെ നോക്കി. നിനക്ക് വിവാഹം പ്രായമായോ എന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ മേലങ്കി കൊണ്ട് നിൻ്റെ നഗ്നത ഞാൻ മറച്ചു. ഞാൻ നിന്നോട് സ്നേഹവാഗ്ദാനത്തോടെ ഒരു ഉടമ്പടി ചെയ്തു. അങ്ങനെ നീ എൻ്റേതായി തീർന്നു. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്നെ കുളിപ്പിച്ച് രക്തം കഴുകിക്കളഞ്ഞ് തൈലം പൂശി. ഞാൻ നിന്നെ ചിത്രത്തുന്നലുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ചു, തുകൽ ചെരുപ്പുകൾ അണിയിച്ചു, ചണച്ചരട് അരയിൽ കെട്ടുകയും പട്ടുടുപ്പണിയിക്കുകയും ചെയ്തു. ഞാൻ നിന്നെ ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചു, കൈകളിൽ വളയും കഴുത്തിൽ മാലയും ഇട്ടു. ഞാൻ നിന്നെ മുക്കുത്തിയും കമ്മലുകളും ധരിപ്പിച്ചു, നിന്റെ തലയിൽ മനോഹരമായ കിരീടം ചാർത്തി. സ്വർണവും വെള്ളിയും കൊണ്ട് നീ അലങ്കൃതമായി. നേർത്ത ചണവും പട്ടും ചിത്രത്തുന്നലുള്ള വസ്ത്രവുമായിരുന്നു നിന്റെ വേഷം. നേർത്ത മാവും തേനും എണ്ണയുമായിരുന്നു നിന്റെ ആഹാരം. നീ അതീവ സുന്ദരിയായി വളർന്ന് രാജകീയ പ്രൗഢി ധരിച്ചു. സൗന്ദര്യം കൊണ്ട് നീ ജനതകളുടെ ഇടയിൽ പ്രശസ്തമായി. എന്തെന്നാൽ ഞാൻ നൽകിയ കാന്തി അതിന് പൂർണ്ണത നൽകി. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, എന്നാൽ നീ എൻ്റെ സൗന്ദര്യത്തിൽ മതിമറന്നു. നിന്റെ കീർത്തിയുടെ ബലത്തിൽ നീ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു. ഏത് വഴിപോക്കനുമായും നീ വേശ്യാവൃത്തിയിൽ മുഴുകി. നിന്റെ വസ്ത്രങ്ങളിൽ ചിലത് എടുത്ത് ഉന്നത മണ്ഡപങ്ങൾ അലങ്കരിച്ച് അവയിൽ വെച്ച് നീ വ്യഭിചാരം ചെയ്തു. അങ്ങനെയൊന്ന് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ഞാൻ നൽകിയ സ്വർണവും വെള്ളിയും കൊണ്ട് ആഭരണങ്ങൾ എടുത്ത് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി. അവയുമായി നീ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു. തുന്നലുള്ള നിന്റെ വസ്ത്രങ്ങൾ നീ അവയെ അണിയിച്ചു. എൻ്റെ തൈലവും ധൂപവും അവയ്ക്ക് മുമ്പിൽ നീ സമർപ്പിച്ചു. നീ എനിക്ക് ആഹാരത്തിനായി നൽകിയ നേരിയ മാവും എണ്ണയും തേനും നീ അവരുടെ മുമ്പിൽ പരിമളദ്രവ്യമായി അർപ്പിച്ചു. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, എനിക്ക് നിന്നിൽ ജനിച്ച പുത്രന്മാരെയും പുത്രിമാരെയും നീ അവയ്ക്ക് ഭോജനമായി നൽകി. നിന്റെ വേശ്യാവൃത്തി കൊണ്ട് മതി വരാഞ്ഞിട്ടാണോ നീ എൻ്റെ കുട്ടികളെ വധിക്കുകയും അവരെ അവയ്ക്ക് ദഹനബലിയായി അർപ്പിക്കുകയും ചെയ്തത്? ചെറുപ്പത്തിൽ നഗ്നയും അനാവൃതിയുമായി ചോര കുളിച്ച് കിടന്നത് നീ നിന്റെ മ്ലേച്ഛതകൾക്കും വ്യഭിചാരത്തിനും ഇടയിൽ ഓർമ്മിച്ചില്ല. ദൈവമായ കർത്താവ് അരുളിച്ചെയ്തു, ദുരിതം നിനക്ക് ദുരിതം. നിന്റെ എല്ലാ കൃത്യങ്ങൾക്കും ശേഷം നീ ഓരോ തെരുവിലും ഭദ്രപീഠവും ഉന്നത മണ്ഡപവും നിർമ്മിച്ചു. ഓരോ വഴിക്കവലയിലും നീ ഉന്നത പീഠങ്ങൾ ഉണ്ടാക്കി. അവിടെ നിന്റെ സൗന്ദര്യം നീ ദുരുപയോഗപ്പെടുത്തി. വഴിപോക്കരെല്ലാം നിന്നെ തന്നെ നൽകി നീ വ്യഭിചാരം തുടർന്നു. ഭോഗാസക്തിയും നിന്റെ അയൽക്കാരുമായി ഈജിപ്തുകാരുമായി നീ വ്യഭിചാരം ചെയ്തു. വ്യഭിചാരത്തിൽ മുഴുകി നീ എന്നെ പ്രകോപിപ്പിച്ചു. അതുകൊണ്ട് നിനക്കെതിരെ ഞാൻ കരം നീട്ടി നിന്റെ ഓഹരി വെട്ടിക്കുറച്ചു. നിന്നെ വെറുക്കുന്നവരും നിന്നെ മ്ലേച്ഛ സ്വഭാവത്തിൽ ലജ്ജിതരുമായ ഫിലിസ്തീയ പുത്രന്മാർക്ക് നിന്നെ ഞാൻ വിട്ടുകൊടുത്തു.
മതി വരാഞ്ഞിട്ട് നീ അസീറിയക്കാരോട് ഒത്തും വ്യഭിചരിച്ചു. നീ അവരുമായി സംഗമിച്ചും സംതൃപ്തമായില്ല. വ്യാപാരികളായ കൽദായരുമായി നീ വ്യഭിചാരത്തിൽ മുഴുകി, എന്നിട്ട് നീ സംതൃപ്തിയായില്ല. ലജ്ജയില്ലാത്ത വേശ്യയെ പോലെ നീ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ എത്ര കാമാതുരമാണെന്ന് വ്യക്തമാക്കുന്നു. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, വഴിക്കവലകളിൽ ഭദ്രപീഠങ്ങളും പൊതുസ്ഥലത്തിൽ ഉന്നതപീഠങ്ങളും നീ സ്ഥാപിച്ചു. എന്നാൽ പ്രതിഫലം എടുത്തിരുന്നതിനാൽ നീ വേശ്യയെ പോലെയായിരുന്നില്ല. കർത്താവിന് പകരം അന്യപുരുഷന്മാരെ സ്വീകരിക്കുന്ന സ്വൈരിണിയായ ഭാര്യയെ പോലെയാണ് നീ. വേശ്യകൾ പ്രതിഫലം സ്വീകരിക്കുന്നു, നീയാകട്ടെ കാമുകന്മാർക്ക് പ്രതിഫലം കൊടുക്കുന്നു. വ്യഭിചാരത്തിനായി നാനാഭാഗത്തു നിന്നും നിന്റെ അടുത്തെത്തി ചേരുവാൻ നീ അവർക്ക് കൂലി കൊടുക്കുന്നു. വ്യഭിചാരത്തിൻ്റെ കാര്യത്തിൽ നീ മറ്റ് സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തരാണ്. ആരും വ്യഭിചാരത്തിനായി നിന്നെ ക്ഷണിച്ചില്ല. നീ അങ്ങോട്ട് പ്രതിഫലം നൽകുന്നു, നിനക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല. ഇതാണ് നിനക്കുള്ള വ്യത്യാസം. അഭിസാരികയെ, കർത്താവിൻ്റെ വചനം കേൾക്കുക. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നീ കാമുകരോടൊത്ത് വ്യഭിചാരത്തിൽ നിർജ്ജലം നിന്റെ നഗ്നത തുറന്നു കാട്ടി. നീ വിഗ്രഹങ്ങൾ നിർമ്മിക്കുകയും നിന്റെ മക്കളുടെ രക്തം അവയ്ക്ക് അർപ്പിക്കുകയും ചെയ്തു. അതിനാൽ നിന്നോടൊപ്പം രമിച്ച എല്ലാ കാമുകന്മാരെയും നീ സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്ത എല്ലാവരെയും ഞാൻ ഒരുമിച്ച് കൂട്ടും. അവർ കാണേണ്ടതിന് അവരെയും നിനക്ക് ചുറ്റും ഒരുമിച്ച് കൂട്ടി. അവരുടെ മുമ്പിൽ നിന്റെ നഗ്നത ഞാൻ അനാവരണം ചെയ്യും. വിവാഹബന്ധം വിച്ഛേദിക്കുകയും കൊലപാതകം നടത്തുകയും ചെയ്യുന്ന സ്ത്രീകളെ വിധിക്കുന്നത് പോലെ നിന്നെയും ഞാൻ വിധിക്കും. ക്രോധത്തോടും അസൂയയോടും കൂടെ നിന്നെ ഞാൻ രക്തത്തിലാഴ്ത്തും. ഞാൻ നിന്റെ കാമുകന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും. അവർ നിന്റെ ഭദ്രപീഠങ്ങൾ തട്ടിത്തെറിക്കുകയും ഉന്നത മണ്ഡപങ്ങൾ ഇടിച്ചു നിരത്തുകയും ചെയ്യും. നിന്റെ വസ്ത്രങ്ങൾ അവൾ ഉരിഞ്ഞു കളയും, ആഭരണങ്ങൾ അവർ അപഹരിക്കും. അവർ നിന്നെ നഗ്നയും അനാവൃതിയുമായി ഉപേക്ഷിക്കും. അവർ നിനക്കെതിരെ സൈന്യത്തെ അണിനിരത്തും. അവർ നിന്നെ കല്ലെറിയുകയും വാളുകൊണ്ട് വെട്ടിനുറുക്കുകയും ചെയ്യും. നിന്റെ ഭവനങ്ങൾ അവർ അഗ്നിക്കിരയാക്കും. അനേകം സ്ത്രീകളുടെ കൺമുമ്പിൽ വെച്ച് നിന്റെ മേൽ അവർ ശിക്ഷാവിധി നടപ്പാക്കും. നിന്റെ വ്യഭിചാരം ഞാൻ അവസാനിപ്പിക്കും. നീ ഇനി ആർക്കും പ്രതിഫലം നൽകുകയില്ല. അങ്ങനെ എൻ്റെ കോപം നിന്റെ മേൽ പ്രയോഗിച്ചു. ഞാൻ തൃപ്തിയടയും. എൻ്റെ അസൂയ നിന്നെ വിട്ടകലും. ഞാൻ കോപമടക്കി ശാന്തമാകും. നിന്റെ ചെറുപ്പകാലം വിസ്മരിക്കുകയും ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് എൻ്റെ ക്രോധം ജ്വലിപ്പിക്കുകയും ചെയ്തതിനാൽ നിന്റെ തെറ്റുകൾക്കുള്ള ശിക്ഷ നിന്റെ തലയിൽ തന്നെ ഞാൻ വരുത്തും. നിന്റെ എല്ലാ വ്യക്തികൾക്കും മ്ലേച്ഛതകൾക്കും ഉപരിയായി നീ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടല്ലോ. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, പഴഞ്ചൊല്ല്, ഇഷ്ടപ്പെടപ്പെടുന്നവൻ നിന്നെപ്പറ്റി അമ്മയെപ്പോലെ മകളും എന്ന പഴമൊഴി ഉപയോഗിക്കും. ഭർത്താവിനെയും കുട്ടികളെയും വെറുതെ അമ്മയുടെ മകളാണ് നീ. ഭർത്താക്കന്മാരെയും കുട്ടികളെയും വെറുത്ത സഹോദരിയുടെ സഹോദരിയാണ് നീ. നിന്റെ മാതാവ് ഹിത്യയും പിതാവ് അമോര്യമാണ്. നിന്റെ മൂത്ത സഹോദരി സമറിയ ആണ്. അവൾ തൻ്റെ പെൺമക്കളോടൊത്ത് നിന്റെ വടക്കുവശത്ത് താമസിച്ചു. നിന്റെ ഇളയ സഹോദരി സൊദോമാണ്. അവൾ നിന്റെ പെൺമക്കളോടൊത്ത് നിന്റെ തെക്കുവശത്ത് താമസിച്ചു. അവരുടെ പാതയിൽ ചരിച്ചതുകൊണ്ട് നിനക്ക് മതിയായില്ല. അവരുടെ മ്ലേച്ഛതകൾ കൊണ്ട് നിനക്ക് തൃപ്തി വന്നില്ല. അതൊക്കെ നീ നിസ്സാരമെന്ന ഭാവത്തിൽ എല്ലാ തരത്തിലും നീ അവരെക്കാൾ വഷളായി. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാനാണേ നീയും നിന്റെ പുത്രിമാരും ചെയ്തതുപോലെ നിന്റെ സഹോദരിയായ സൊദോമും അവളുടെ പുത്രിമാരും ചെയ്തില്ല. നിന്റെ സഹോദരിയായ സൊദോമിൻ്റെ തെറ്റ് ഇതായിരുന്നു: പ്രൗഢിയും ഭക്ഷ്യസമൃദ്ധിയും സമാധാനവും സ്വസ്ഥതയും ഉണ്ടായിട്ടും അവളും അവളുടെ പുത്രിമാരും നിർധനരെയും അഗതികളെയും തുണച്ചില്ല. അവർ ഗർഭിഷ്ഠരായിരുന്നു. തൻ്റെ മുമ്പിൽ അവർ മ്ലേച്ഛതകൾ പ്രവർത്തിച്ചു. അതുകൊണ്ട് ഞാൻ അവരെ നിർമ്മാർജ്ജനം ചെയ്തു. നീ ചെയ്ത തിന്മയുടെ പകുതി പോലും സമറിയ ചെയ്തില്ല. നീ അവരെക്കാൾ കൂടുതൽ മ്ലേച്ഛത പ്രവർത്തിച്ചു.
നീ പ്രവർത്തിച്ച മ്ലേച്ഛതകൾ കണക്കിലെടുത്താൽ നിന്റെ സഹോദരികൾ നീതിയുള്ളവരായി തോന്നും. നിന്റെ അവമതി നീ സഹിക്കണം. നിന്റെ സഹോദരിമാരെക്കാൾ ഏറെ മ്ലേച്ഛതകൾ നീ പ്രവർത്തിച്ചതിനാൽ നിന്നോട് തുലനം ചെയ്യുമ്പോൾ അവർ നിഷ്കളങ്കമായി തോന്നും. ലജ്ജിച്ച് അവമാനിതരാവുക. എന്നാൽ നിന്റെ സഹോദരിമാർ നീതിയുള്ളവരെന്ന് തോന്നിക്കുവാൻ നീ ഇടയാക്കി. സൊദോമിൻ്റെയും അവളുടെ പുത്രിമാരുടെയും സമറിയായുടെയും അവളുടെ പുത്രിമാരുടെയും സുസ്ഥിതി ഞാൻ പുനഃസ്ഥാപിക്കും. അതോടൊപ്പം അവരുടെ മധ്യേ നിന്റെ സുസ്ഥിതിയും ഞാൻ പുനഃസ്ഥാപിക്കും. അങ്ങനെ അവർക്ക് ഒരാശ്വാസമാകത്തക്കവണ്ണം നീ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് നീ ലജ്ജിച്ച് അവമാനിതരുമേൽക്കും. നിന്റെ സഹോദരിമാരായ സൊദോമും സമറിയായും അവരുടെ പുത്രിയും തങ്ങളുടെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങിവരും. നീയും നിന്റെ പുത്രിമാരും നിന്റെ പൂർവ്വസ്ഥിതിയിലേക്കും നിന്റെ ദുഷ്ടതകൾ വെളിപ്പെടുത്തുന്നതിന് മുമ്പ് നീ അഹങ്കരിച്ചു കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്റെ സഹോദരിയായ സൊദോമിൻ്റെയും പേരുച്ചരിക്കുവാൻ നിന്റെ അധരങ്ങൾ ലജ്ജിച്ചിരുന്നില്ലേ? അപ്പോൾ തന്നെ അധിക്ഷേപിക്കുന്നതിനായി നിന്റെ ചുറ്റുമുള്ള ഏദോം പുത്രിമാർക്കും അവളുടെ അയൽക്കാർക്കും ഫിലിസ്തീയ പുത്രിമാർക്കും നീയും അവളെപ്പോലെ പരിഹാസപാത്രമായിരുന്നു. നിന്റെ വ്യഭിചാരത്തിൻ്റെയും പ്രവൃത്തിയുടെയും ശിക്ഷ നീ ഏൽക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. ശാശ്വതമായ ഉടമ്പടി ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. നീ പ്രവർത്തിച്ചതുപോലെ നിന്നോട് ഞാൻ പ്രവർത്തിക്കും. നീ ഉടമ്പടി ലംഘിച്ച പ്രതിജ്ഞകൾ അവഹേളിച്ചു. എങ്കിലും നിന്റെ യൗവനത്തിൽ നിന്നോട് ചെയ്ത ഉടമ്പടി ഞാൻ ഓർമ്മിക്കും. നീയുമായി ശാശ്വതമായ ഉടമ്പടി സ്ഥാപിക്കുകയും ചെയ്യും. നിന്റെ പ്രവൃത്തികൾ അപ്പോൾ നീ ഓർമ്മിക്കും. നിന്റെ മൂത്തതും ഇളയതുമായ സഹോദരിമാരെ ഉടമ്പടി പ്രകാരമല്ലാതെ തന്നെ നിനക്ക് 2 പുത്രന്മാരെ നൽകും. അവരെ സ്വീകരിക്കുമ്പോൾ നീ ലജ്ജിക്കും. നീയുമായി ഞാൻ ഒരു ഉടമ്പടി സ്ഥാപിക്കും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നീ അറിയും. അങ്ങനെ നിന്റെ പ്രവൃത്തികൾക്ക് ഞാൻ മാപ്പ് നൽകുമ്പോൾ നീ അവയെ ഓർത്ത് ലജ്ജിച്ച് മൗനം ഭുജിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.